കുഞ്ഞാപ്പുവും നിങ്ങളെ കാണുന്നതിനായിട്ട് ഈ വേദിയിലേക്ക് നിങ്ങൾക്കരികിലേക്ക് കടന്നെത്തുകയാണ്. നല്ല കയ്യടിയോട് കൂടിയിട്ട് നമുക്ക് അവരെ വെൽക്കം ചെയ്യാം പ്ലീസ്. അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖല്ലേ? അപ്പോൾ കൊമ്പങ്ങാട് തറവാട്ടിന്ന് കുഞ്ഞാപ്പും ഇപ്പച്ചിയും ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പൂപ്പൊലിൻ്റെ പരിപാടിക്ക് കൊമ്പങ്ങാട് തറവാട്ടിന്ന് ഞങ്ങൾ വരാൻ സാധിച്ചതിന് ഒരുപാട് 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 സന്തോഷം. കയ്യടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് തുടർന്നും വേണം. അപ്പോൾ ആദ്യം പറയേണ്ടത് മൂത്ത ആളാണ് അല്ലേ? അപ്പൊ ഇപ്പച്ചീൻ്റെ അടുത്ത് മൈക്ക് കൊടുക്കാണ്. പറഞ്ഞോളി. എന്നിട്ട് ഫുള്ള് വന്നെ പറഞ്ഞു. കൊമ്പങ്ങാട് പോയ അസ്സലാമു അലൈക്കും. നമസ്കാരം. എന്തായാലും പൂപ്പൊലി എന്ന് പറഞ്ഞ ഈ പ്രോഗ്രാമിന് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം വയനാട് നമ്മൾ ഇത്ര വലിയൊരു പ്രോഗ്രാം ഫസ്റ്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ സ്റ്റേജ് വരെ എത്തിച്ച വയനാട്ടിലുള്ള മുത്തുമണികളെ കാണാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം. എന്താണ് സുഖല്ലേ? ഇന്ന് തല്ലില്ല കേട്ടോ. വേണ്ടല്ലോ? വേണോ? തല്ല് വേണമെന്നുള്ളതൊന്ന് കയ്യൊത്തിച്ചാണി. അപ്പൊ ഒന്നൊന്ന് കൊടുക്കും ഞാൻ. ഇത്ര ആൾക്കാർക്ക് ഇന്ന തല്ലണ ഇഷ്ട? ഞാൻ പറഞ്ഞോളെ ഇഷ്ട? എന്തെങ്കിലും ഒരു ദിവസം എനിക്ക് ലീവ് വരൂലേ? ഇല്ലടാ, ഒരു എക്സ്ക്യൂസും ഇല്ല. അവനവന്റെ പെരീത്തപ്പന്മാരെ അടുത്തുനിന്ന് വാങ്ങുക. അനക്കുള്ളത് ഞാൻ തരാം. പോരെ? കൊടുക്കണ്ടേ? അയിമ തന്നെ തുടക്കട. നമ്മൾ തച്ചുകാട് വളർന്ന മനുഷ്യന്മാരാ. അടി കണ്ടുകാണ്ട് നമ്മളെ ഇഷ്ടപ്പെട്ട ആൾക്കാരാ അല്ലേ? നിങ്ങൾ എല്ലാരും കൂടി ഇവിടുന്ന് കാണാൻ പറ്റണില്ല. നിങ്ങൾക്ക് ഇങ്ങോട്ട് കാണാൻ പറ്റുന്നുണ്ടാവും അല്ലേ? തല്ലുമാലയില് പറയണ പോലെ പറമ്പിലടി, അവിടുത്തെ അടി, ഇവിടുത്തെ അടി. അതെ, ഇത് സ്റ്റേജ് മത്തെ അടി, പൂപ്പൊലി അടിയാണെന്ന്. എന്തായാലും ഞാൻ ഒന്നിടത്ത് തന്നാലോ? അല്ലടാ, ഞാൻ വേദന ഉണ്ടാവില്ല. കുഴപ്പമില്ല, വേദന മെല്ലെ മെല്ലെ തൊള്ളുള്ളൂ. ഇവിടെ അല്ല, എന്നാലും വലിയൊരു വേദന ഇല്ലാതെ ഒന്നാണ് കൊടുത്താലോ? എന്നിട്ട് തുടങ്ങിയാ പോരെ? അല്ലല്ല, ഉണ്ടായിക്കോട്ടെ. അതിന്റെ അടിയിൽ അവിടുന്ന് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തവളയെന്നോ? ആരാ തവള കളിച്ച്? നിങ്ങക്ക് മണിച്ചിത്രത്തായിലെ നാഗവല്ലീനാണോ ഇഷ്ടം? കൊമ്പങ്ങാട് തറവാട്ടിലെ ജാൻമണീനാണോ ഇഷ്ടം? കലാപമണിയോ? അങ്ങനെയാണെങ്കിൽ ആ ജാൻമണീന്റെ ഡയലോഗോട് കൂടിയിട്ട് അടിച്ചാലോ? അതിലെ നന്നാവുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യോ? എത്ര തല്ലിന് സപ്പോർട്ട് ചെയ്യാൻ ഇജാണ് സപ്പോർട്ട് ചെയ്യണ്ടേ? ഞാൻ അടിക്കുന്ന ആള് ഞാനല്ലേ? ഒരു സപ്പോർട്ടാണല്ലോ. അതുകൊണ്ടല്ലേ ഇത്ര തോന്നെ ജനങ്ങൾ നമ്മളെ കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് അല്ലേ? ആണടാ, അച്ചറി കൈ കിരിക്കണം. ഒന്നിട്ട് നിന്ന കൊടുത്താലോ? യാരത്? കൊമ്പങ്ങാട് പോയ വാതിലോർക്കെ. ഇന്നക്ക് വെള്ളിയാഴ്ച. അതെന്നെ പറഞ്ഞ വാതിലോർക്കെ. ജുമാക്കോക നേരായി. ഉണ്ട കൊണ്ണ് അന്റെ രക്തത്തെ കുടിച്ച് ഒപ്പന ഡാൻസ് ആടുവേ. അന്റെ ഉമ്മ കുറ്റിപ്പുളിയെ സൈര്യം വിചാരിച്ച് നടന്നില്ല. പിന്നെ ലജ്ജ് എന്താ? ആഹാ, എനിക്ക് പോണം. എനിക്ക് ഈ വീട്ടിൽ നിൽക്കാൻ പറ്റില്ല. എനിക്ക് പോണം. ഓ പോയിക്കോട്ടെ അല്ലേ? നല്ലൊരു കൈയുടെ തോന്നി. എന്തേ? തപരമക്കിന്റെ ഒരു പല്ലാണ് ചാടി. പല്ലോ കൊണ്ടോ നേർക്ക്? അപ്പോ വേദിയിൽ നിൽക്കുന്ന വേദ്യക്ഷൻ, അറ്റത്ത് നിൽക്കുന്ന അറ്റൻഷൻ, മധ്യത്തിൽ നിൽക്കുന്ന മധ്യക്ഷൻ, മതി മതി മതി, എല്ലാരും എത്തിയാണ്. അപ്പൊ തുടങ്ങല്ലേ? ഞങ്ങൾ ഇവിടെ വന്ന് തന്നെ അടിച്ചു പൊളിക്കാനല്ലേ? സപ്പോർട്ട് ചെയ്യോ? നിങ്ങളൊക്കെ കാണുമ്പോ ഡാൻസ് കളിച്ചാൽ തോന്നുക. കളിച്ചാലോ? തന്നെയാണ് ഇതിനെ കൊട്ടുന്നത്. മനസ്സിലായില്ലേ? അപ്പോ അടുത്തെന്താ? എന്ത് വേറെ മിമിക്രി ആയാലോ? ഓല് എന്തിനും റെഡിയാ, ഒക്കെ റെഡിയാണ്. ഇജ്ജ് എന്തെങ്കിലും സാധനം എടുത്തു കൊടുത്താൽ മതി. മിമിക്രി ഇഷ്ടമാണോ?
അങ്ങനെയാണെങ്കിൽ തുടക്കം തന്നെ എനിക്ക് നല്ലൊരു കയ്യടി തരും. ആദ്യമായിട്ട് നമ്മുടെ പഴയകാല സിനിമകളിൽ ഉലക നായകൻ കമലഹാസൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കേട്ടിട്ടുണ്ടോ? ഇവിടെ തമിഴ് അറിയണവരൊന്ന് കൈവയ്ക്കുക. இந்த மேடையில் வந்திருக்கும் எல்லாருக்கும் அன்பார்ந்த நன்றி. അങ്ങനെ തന്നെയല്ലേ പറയാ? അതാണ്. അപ്പോ കൺമണി അൻപോട് കാതലൻ എന്ന് പറഞ്ഞൊരു പാട്ട് നമ്മുടെ ഗുണ എന്ന് പറഞ്ഞ സിനിമയില് കമലഹാസൻ പാടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ അദ്ദേഹത്തിന്റെ വോയിസോട് കൂടി 2 ഡയലോഗ് ആക്കിയാലോ? സപ്പോർട്ട് ചെയ്യോ? റെഡി? கண்மணி அன்போட காதலன் நான் எழுதும் கடிதமே இல்லை கடிதமே இருக்கட்டும். எனக்கு என்ன காயம் இருந்தாலும் என் உடம்பு தாங்குமா? தாங்காது அபிராமி. மனித உணர்ந்து கொள்ள இது மனிதர் காதல் அல்ல, அதையும் தாண்டி புனிதமானது. താങ്ക് യു. നല്ലൊരു കയ്യോടെ എടുക്കും. സെറ്റല്ലേ? ഒരു നാൾ പറയുന്നത് കേൾക്കണം ചോദിച്ചു. സെറ്റാണ്. അടുത്തത് മലയാള സിനിമയിൽ നമ്മൾ ഈ വയനാട് ചുരം കയറി വരുമ്പോൾ താമരശ്ശേരി ചുരം എന്ന് പറയുന്ന ഒരാളുണ്ട്. ആരാ? പപ്പു. യെസ്. അപ്പോ അടുത്തതായിട്ട് അപ്പോ പപ്പുവിന്റെ കുതിരവട്ടം പപ്പുവിന്റെ ചിരിപ്പിക്കുന്ന ഒരു സീനും സങ്കടം വരുന്ന ഒരു ഡയലോഗും സപ്പോർട്ട് ചെയ്യോ? അപ്പൊ ആദ്യമായിട്ട് മൂപ്പരെ ചിരിയാ വേണ്ട, കോമഡിയാ വേണ്ട, സങ്കടം വേണ്ട? ആദ്യം ഫസ്റ്റ് സങ്കടത്തുനിന്ന് പോകണോ അതോ കോമഡി പോകണം? ഓരോ ഇഷ്ടം പറഞ്ഞോളൂ. കോമഡി ചിരിക്കാനാണ് എല്ലാവർക്കും ആദ്യം ഇഷ്ടം. ആയുധം തുടങ്ങിക്കോ. അങ്ങനെയാണെങ്കിൽ മണിച്ചിത്രത്താഴ് എന്ന് പറഞ്ഞ സിനിമയില് നമ്മളെ പപ്പു ചേട്ടൻ പറഞ്ഞ ഒരു 2-3 ഡയലോഗ് ഓക്കെ അല്ലേ? ദാസപ്പോ എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തിന് എന്തെങ്കിലും പങ്കുകളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഇന്നലെ രാത്രി മാടമ്പള്ളി മുറ്റത്ത് വെച്ച് കണ്ട ആളിനെ അകത്ത് കെട്ടിയിട്ടുണ്ട്. വേറെ ആരുമല്ല, മാടമ്പള്ളിയിലെ പഴയ തമിഴത്തിന്യ. അസമയത്ത് അവിടെ നിൽക്കാതിരുന്നുണ്ടല്ലോ, ആയുസിന്റെ ബലം കൊണ്ടാ 4 തകിട് കുടിച്ചിട്ടുണ്ട്. എൻ്റെ ഈ തകിടത്ര മോശമൊന്നല്ല. താങ്ക് യു. അടുത്തെന്താണ്? സടങ്കം അല്ല സങ്കടം. ചെയ്തോളാം. ഓക്കെ, എടുത്താൽ മതി. ഓക്കെ. അപ്പോ നമ്മുടെ മമ്മൂക്കന്റെ സൂപ്പർ ഹിറ്റ് സിനിമയായ ദി കിങ് എന്ന് പറഞ്ഞ പടത്തില് പപ്പു ചേട്ടന്റെ ഒരു എടറിയ ഒരു സാഡ് വോയിസ് അടിപൊളിയായിട്ട് തൊട്ട സൈലന്റ് ആയിട്ട് കേൾക്കണം. ഓക്കെ, തുടങ്ങട്ടെ. ഇരുപുറം 2 ആളുകൾ വന്നിട്ട് എൻ്റെ 2 കൈയും ചവിട്ടിയുണ്ട് പിടിക്കും. പിന്നെ ബോട്ട്സ് ഇട്ട കാലുകൊണ്ട് നെഞ്ചിനാ പ്രയോഗം. ദാ ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട് കിറാന്ന് വാരിലൊടിയുന്ന ശബ്ദം. 1 2 മാഷേ, 9 ചവിട്ടി ഓടിച്ചത് 9 അടിയും ചവിട്ടും കൊണ്ട് പ്രാണനെടുത്തപ്പോ ഞാൻ കരഞ്ഞിട്ടില്ല മാഷേ. പക്ഷേ ഇയാളുടെ ചോദ്യം കേട്ടപ്പോ അറിയാതെ എൻ്റെ 2 കണ്ണും നിറഞ്ഞുപോയി. താങ്ക് യു. അപ്പോ ഇഷ്ടായോ? കച്ചടി പോരാ. അല്ല അടിച്ചോളൂ. ഒരു നല്ലൊരു കയ്യിലെടുത്താണ് കുഞ്ഞാപ്പൂന് കിട്ടിക്കണോ? ഇടക്കിടക്ക് ചോദിക്കണം കേട്ടോ. അപ്പോ മറ്റേ ഈശ്വര പ്രാർത്ഥന അതിന്റെ വകെ ഉണ്ടാവും അല്ലേ? അല്ല അത് കൂടെ പോലും പാടുമല്ലോ അല്ലേ? കുഞ്ഞാപ്പൂര് പാട്ടൊപ്പം പാടൂലേ?
ആ കുട്ടികളൊക്കെ ഫുള്ള് റെഡിയാണ് തുടങ്ങിക്കോ. കൊമ്പങ്ങാട് കോയ അവളിപ്പോ ചിന്ത സൈന കൊമ്പത്തിരുന്ന് പാടണ് കൊമ്പത്തിരുന്ന് പാടണ് പാടണ് അടുത്ത ഡീജ ആക്കണ ആ മതി മതി. നിങ്ങൾക്ക് നിങ്ങളെന്നെ കൈയടിച്ചോളി. അതെ ഓർക്കും പാടില്ല കൈയടി. അതെ ഇനി ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഞങ്ങൾ എല്ലാ വീഡിയോസും നിങ്ങൾ കാണുന്ന ആൾക്കാരല്ലേ, അതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായ വീഡിയോ ഏതാ? സ്കൂളിലേതാ? സ്കൂളിലെ വീഡിയോ ആ കിങ്ങിണി മാഷ് ഉങ്കിണി മാഷ് അതോ? അതാണോ? അതാ നിങ്ങൾക്ക് ഇഷ്ടമായത്? എന്നാ ഞാൻ എനിക്കിഷ്ടമായ ഒരു വീഡിയോ പറയട്ടെ. ഏതാണ്? തവളയും നീർക്കോലിയായിട്ട് രണ്ടെണ്ണം